ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 ആണ്. ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സമതലങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ട് കാണാം. നമുക്ക് നോർത്തേൺ പ്ലെയിൻ സമതലത്തെ ഫാമിലി ആയിട്ട് കാണാം. അതിൽ ഓരോ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജസ്ഥാൻ പ്ലെയിനിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിനിനെ കുറിച്ചും പഞ്ചാബ് ഹരിയാന പ്ലെയിനിനെ കുറിച്ചും ഇങ്ങനെയുള്ള സമതലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്ലൈഡ് മക്കൾ നോക്കിക്കേ. ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെ. ഇൻഡോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സിന്ധു നദിയെയാണ് അല്ലെ. അതുപോലെ തന്നെ ഗംഗറ്റിക് എന്ന് പറയുമ്പോൾ ഏത് നദിയാണ് ഉദ്ദേശിക്കുന്നത്? ഗംഗാ നദിയെയാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദീനെ മക്കൾക്ക് അറിയല്ലോ. ഇത് മൂന്നും അടങ്ങുന്ന പ്ലെയിനിനെ കുറിച്ച്, സമതലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് ഓരോ പോയിന്റിലേക്ക് പോയാലോ? ഓക്കെ, ഇറ്റ് ഈസ് എ vast physical division that lies to south of northern mountains and to the north of Peninsula Plateau. അപ്പോ ഈ ഒരു 3 റിവേഴ്സും അടങ്ങുന്ന ഈ ഒരു സമതലം എവിടെയാണ് നിലനിൽക്കുന്നതെന്ന മക്കളെ പറയുന്നത്? ഇത് ഉത്തരപർവ്വത മേഖലയുടെ തെക്കുഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി അല്ലെ വിഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് മറ്റൊരു സവിശേഷത ഈ ഒരു സമതലത്തിന്റെ? ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻ അല്ലെ. ഒരു ഏക്കൽ ഭൂമിയാണ്, ഒരു ഏക്കൽ സമതലമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പൊ മക്കൾക്കറിയാം, മെയിൻലി ഈ നദികളൊക്കെ എവിടുന്നാണ് ഒഴുകുന്നത്? മലനിരകളിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ മലനിരകളിൽ നിന്ന് നദികൾ ഇങ്ങനെ ഒഴുകി ഈ എന്നിങ്ങനെ ആ ഒഴുക്കില് പാറക്കല്ലുകളും എല്ലാ തരത്തിലുള്ള തവിട് പൊടികൾ അടങ്ങുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് കരഭാഗത്തെത്തുമ്പോൾ ഓരോ പാറക്കല്ല് പല ഷേപ്പിലുള്ള സാൻഡ് ഡ്യൂൺസ്, മഷ്റൂം റോക്സ് ഒക്കെ ആയിട്ട് മാറും അല്ലെ. അങ്ങനെ ഈ ഏക്കൽ മണ്ണ് അവിടെ അടിയുകയും പല സമതലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ സർഫേസിൽ പല സാധനങ്ങളും ഉണ്ട് അല്ലെ. ഭൂമിയിൽ എന്തൊക്കെ സാധനങ്ങൾ കെമിക്കലി ഫിസിക്കലി പ്രോസസ്സിലൂടെ ഉണ്ടാവുന്നു. അത് ഉണ്ടാവാൻ എന്ത് വേണം? പലതരത്തിലുള്ള പ്രോസസ്സിങ് അതിൽ ആവശ്യമാണ് അല്ലെ. ആ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്, ആ പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ് എന്ത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് അറിയപ്പെടുന്നത് എന്നും മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് പറയുന്നത് നമ്മുടെ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഈ 3 റിവേഴ്സിന്റെയും സമതലം എവിടെയാണ്? ഏത് 2 മൗണ്ടെയിൻ റീജിയൻസിന്റെ ഉള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നോർത്തേൺ മൗണ്ടെയിനിന്റെയും പെനിൻസുല പ്ലാറ്റ്യൂവിന്റെയും ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ 3 പ്ലെയിൻസും മൗണ്ടെയിൻ റേഞ്ചസും എന്നാണ് പറയുന്നത്. 3 സമതലങ്ങളും 3 നദിയുടെ സമതലങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ 2 ഇതിന്റെ ഉള്ളിലാണെന്ന് പറയുന്ന മക്കളെ? ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻസിന്റെയും പെനിൻസുല പ്ലാറ്റ്യൂവിന്റെയും ബിറ്റ്വീൻ ആണ് നമ്മുടെ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സമതലങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ്. എന്താണ് എക്കൽ മണ്ണ് എന്ന് പഠിച്ചിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണാണ്, ഒരു ഇനം മണ്ണിനെയാണ് നമ്മൾ എക്കൽ എന്ന് പറയുന്നത്. ഫലഭൂഷ്ടമായ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് എന്ത്? അവൈലബിലിറ്റി ഓഫ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് വെരി റിച്ച് ഇൻ കേരള. നമ്മുടെ കേരളത്തിൽ അത് വളരെ സമ്പന്നമായിട്ടുണ്ട്. ഓക്കെ, അത് മെയിൻലി എന്താണ്? കൃഷിക്കും അതുപോലെ തന്നെ പല രീതിയിൽ അത് നമുക്ക് ഉപയോഗപ്രദവുമാണ്. അപ്പോൾ ഈ ഒരു എക്കൽ മണ്ണില് എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കിയാലോ നമുക്ക്? ഇറ്റ് ഈസ് അലൂവിയം എക്കൽ. അലൂവിയം റിഫേഴ്സ് ടു ഡെബ്രിസ് അല്ലെ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സിൽട്ട്, സാൻഡ്,
ഗ്രേവൽ എക്സെട്ര ബ്രോട്ട് ബൈ റിവേഴ്സ്. അപ്പൊ നദികൾ ഇങ്ങനെ മലനിരകളിൽ നിന്ന് ഒഴുകി വരുമ്പോ എന്താണ് അതില് ഈ പാറക്കല്ലിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ ഒഴുകി വരുന്നത്. അപ്പൊ പാറക്കല്ല് രണ്ടായി തവിട് പൊടിയായിട്ട് എക്കൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള മണലും ചരലും ചെളിയെല്ലും കൂടിയാണ് ഈ നദീന്റെ കൂടെ ഒഴുകി വരിക. അതെന്നിട്ട് കരഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് സമതലങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് നദികൾ ഒഴുകിക്കൊണ്ട് വരുന്ന ടൈമില് അതിൽ എന്തൊക്കെ ഉണ്ടാവും? ചെളി ഉണ്ടാവൂലേ മക്കളെ, അതുപോലെ തന്നെ മണലുണ്ടാവും, അതുപോലെ ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് മക്കളെ? എക്കൽ എന്ന പേരിട്ടിട്ട് വിളിക്കുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ മനസ്സിലായില്ലേ എന്താണ് എക്കൽ എന്ന്? കേരളത്തില് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണെന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പല പല ഡിവിഷൻസിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. Let's have a glance at the formation of this geographical division of the Northern Indian Plain. Okay, അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം രൂപപ്പെട്ടത് എങ്ങനെ എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡിവിഷൻസിനെ കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചും ഏതൊക്കെ നദികളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സമതലങ്ങളെ നിലനിർത്താൻ എന്നും നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഡിവിഷൻസ് ഈ ഒരു മാപ്പിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കിയാലോ? ഫസ്റ്റ് ഡിവിഷൻ ഓഫ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് രാജസ്ഥാൻ പ്ലെയിൻ ആണ്. ഓക്കെ, രാജസ്ഥാൻ പ്ലെയിൻ ആണ് ഫസ്റ്റ് ഡിവിഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഒന്നാം ഡിവിഷൻ എന്ന് പറയുന്നത് രാജസ്ഥാൻ പ്ലെയിൻ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് പഞ്ചാബ് ഹരിയാന സമതലം, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ട് അല്ലെ, ഗംഗ പ്ലെയിൻ ഉണ്ട്. അതും കൂടെ ആ ഒരു പ്ലെയിൻസിന് അതാണ് നോർത്തേൺ പ്ലെയിൻ്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, അതുപോലെ തന്നെ പറഞ്ഞോളൂ, ഗംഗ പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പൊ ഈ ഒരു പ്ലെയിൻസ് ഫുള്ളും എവിടെയാണ് സ്പ്രെഡ് ചെയ്തത്? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ്റെ ഈ 4 പ്ലെയിൻസിന്റെയും ഒഴുകുന്ന ഈ 4 പ്ലേസിലൂടെയും അതിന്റെ റിവേഴ്സ് ഒഴുകുന്നതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇത്. ഓക്കെ, അതിന്റെ ഡിവിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് തന്നിരിക്കുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു നദികള് പലതരത്തിലുള്ള ഡെപ്പോസിഷൻ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി തീരുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? അതിന് പറയുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയകളും അതുപോലെ തന്നെ അതിന്റെ സഹായികളും ജിയോമോർഫിക് ഏജൻസ് ആൻഡ് പ്രോസസ്സസ്. എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് പറയാം അല്ലെ സിമ്പിൾ ആയിട്ട് എന്താണ്? ഇപ്പൊ നദികള് അതുപോലെ തന്നെ കാറ്റ് എല്ലാം നമ്മുടെ ഭൂമിക്ക് ഭൂമിയിൽ സർഫേസിലുള്ള പല സാധനങ്ങൾക്ക് പല ഷേപ്പുകൾ നൽകുന്നുണ്ട്. ഇപ്പൊ റിവേഴ്സ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ചെളി, മണല്, ചരലൊക്കെ അടങ്ങിയിട്ടുള്ള പല സമതലങ്ങളായി രൂപീകരിക്കുന്ന പ്രോസസ് ആട്ടോ അത് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ ഏജൻസ് എന്ന് നമുക്ക് നോക്കാം. Diverse landforms are formed on the surface of the earth. നമ്മുടെ ഭൂമിന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അതിന് പല ഏജന്റുമാരും ഉണ്ട്. ആ ഒരു ഏജന്റുമാരെയാണ് നമ്മൾ പറയുന്നത് എന്ത്? The running water, wind, glaciers and waves that operate on the earth's surface. ഈ റിവേഴ്സ് ഇങ്ങനെ ഓരോ ഇതിൽ ഡെപ്പോസിഷൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വിൻഡ്, അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ്, പലതരത്തിലുള്ള മഷ്റൂം റോക്സ് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള റോക്സ്
പല ഷേപ്പില് അല്ലെ, സീ ബീച്ചസിലൊക്കെ കാണാം പാറക്കല്ലുകൾ പല ഷേപ്പിൽ അട്രാക്റ്റീവ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതൊക്കെ ഇതിന്റെ ഈ ഒരു എന്താ പറയുക ജിയോമോർഫിക് പ്രോസസ്സിന്റെ ഓരോ റിസൾട്ട്സ് ആണ്, ഫലങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അതാണ് the diverse landforms are formed on the surface of earth through the continuous process of these geomorphic agents like wind, glaciers and running water അല്ലെ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അപ്പോ ആ ഒരു റണ്ണിങ് വാട്ടറിനെയും അതുപോലെ തന്നെ വേവ്സിനെയും ഗ്ലേഷ്യേഴ്സിനെയും ആണ് നമ്മൾ ജിയോമോർഫിക് ഏജൻസ് എന്നും അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ ജിയോമോർഫിക് പ്രോസസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. therefore this external forces അല്ലെ, അതിന് പറയുന്ന പേരാണ് ജിയോമോർഫിക് ഏജൻസ് അല്ലെ. ആയതിനാൽ ഇവയെ നമ്മൾ രൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രോസസ്സിനെയോ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ലെഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ്. പലതരത്തിലുള്ള റോക്സിന് പല ഷേപ്പ് വരുന്നു അല്ലെ. അത് റിവേഴ്സ് കൊണ്ടായിക്കോട്ടെ, നദികള് പല ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെ, നദികൾ ഒഴുകി പല രീതിയിൽ ഉള്ള ഡെപ്പോസിഷൻ വർക്ക്സ് ചെയ്യുന്നു. വിൻഡ് അല്ലെ, മഷ്റൂം റോക്സ് പോലെ പല റോക്സിന് ഷേപ്പ് നൽകുന്നു. ഓക്കെ, അതിനെയൊക്കെ നമ്മൾ അതിന്റെ ആ ഒരു ഏജൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നു അല്ലെ. അതാണ് പറയുന്നത് ഇവയെ നമ്മൾ രൂപീകരണ സഹായികളെന്നും അവർ ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ എന്താ വിളിക്കുന്നത്? രൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോ എന്താണ് ജിയോമോർഫിക് ഏജൻസ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ് എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് അവർ ചെയ്യുന്ന ഡെപ്പോസിഷൻ നിക്ഷേപണ പ്രക്രിയയെ കുറിച്ചാണ് കേട്ടോ. എന്താണ് നോക്കിയാലോ? It is the sediments of rock materials formed through the disintegration of rocks by various physical, chemical and biological process that are transported by these external forces or geomorphic agents from one place to another അല്ലെ. അപ്പൊ മക്കൾക്കറിയാം, അപ്പോൾ മനുഷ്യൻ തന്നെ കുറെ പാറക്കല്ലുകൾ ഇങ്ങനെ തവിട് പൊടിയാക്കി ലോറിയിൽ പല സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ റിവേഴ്സ് ഇത്തരത്തിലുള്ള പാറക്കല്ലുകൾ ഈ റിവേഴ്സ് മലനിരകളിൽ നിന്ന് ഒഴുകി വരുമ്പോൾ ഈ പാറക്കല്ലുകളും എന്ത് ചെയ്യും? കൂടുതൽ മഴ ലഭിക്കുമ്പോൾ തവിട് പൊടിയായിട്ട് ഈ നദികളുടെ കൂടെ ഒഴുകാൻ തുടങ്ങും അല്ലെ. അങ്ങനെ ഒഴുകി അത് താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തും. അങ്ങനെ അവിടെ നിക്ഷേപണ പ്രക്രിയ അവിടെ പൂർത്തിയാവും. അതാണ് പറയുന്നത്. And these materials are then deposited conveniently in low regions. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയാലോ, ഭൗതികവും അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള ഇതിന് ഷേപ്പ് വരിക. റോക്സ് പല ഷേപ്പിൽ അത് തവിട് പൊടിയായി വീഴുകയും, കെമിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുക. അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ആസിഡ് റെയിൻ അല്ലെ എന്ന് പറയുമ്പോൾ, കെമിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ആസിഡ് റെയിൻ പോലെയുള്ള മാറ്റം. ഫിസിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ആ പാറക്കല്ലിന്റെ മുകളിൽ ഹെവി റെയിൻ പെയ്യുമ്പോൾ അത് തവിട് പൊടിയായി മാറുക. ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ കുറെ തരത്തിലുള്ള ജീവജാലങ്ങൾ അവിടെ മാളങ്ങൾ തീർക്കുമ്പോൾ ഈ പാറക്കല്ല് ഇടിയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് പറയുന്നത്. അത് നദീന്റെ കൂടെ ഈ പാറക്കല്ലുകൾ ചേർന്നിട്ട് പല സമതലങ്ങളായിട്ട് പല താഴ്ന്ന പ്രദേശങ്ങളിൽ സമതലങ്ങളായിട്ട് രൂപപ്പെടുന്നു എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നു അല്ലെ. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ, നീക്കിക്കൊണ്ടു പോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? നിക്ഷേപണം എന്നാണ് നമ്മൾ അതിന് വിളിക്കുന്ന പേര്. അപ്പൊ മക്കൾക്ക് മനസ്സിലായില്ലേ എന്താണ് നിക്ഷേപണം, ഡെപ്പോസിഷൻ എന്ന് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ്.
എങ്ങനെയാണ് ഈ ഒരു ഡെപ്പോസിഷൻ നടക്കുന്നത്, അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ഫ്ലോ ചാർട്ട് തരുന്നത്. അപ്പൊ നല്ല രീതിയിൽ പാറക്കല്ലിലേക്ക് മഴവെള്ളം ഇങ്ങനെ വീഴും അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ് ലൂസ് റോക്ക് മെറ്റീരിയൽസ്. അപ്പൊ എന്താണ്, സാധാരണ നല്ല മഴ പെയ്യുമ്പോൾ ഈ പാറക്കല്ലിലേക്ക് നല്ല രീതിയിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് വെള്ളം എത്തും, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് നല്ല രീതിയിൽ വെള്ളം എത്തും. അങ്ങനെ റോക്സ് എന്താവും, ദ ഡെപ്പോസിഷൻ ഓഫ് ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ് ഇൻ ലോ ലൈങ് റീജിയൻസ്. അങ്ങനെ റോക്സ് തവിടുപൊടിയായി മാറും അല്ലെ. പാറക്കല്ലിന് അധികം വെള്ളം താക്കി നിൽക്കാൻ പറ്റില്ല, അങ്ങനെ അത് തവിട് പൊടിയായി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു നദികൾ അല്ലെ. അപ്പോ അതിന് പറയുന്നതാണ് മഴത്തുള്ളികൾ ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പാറക്കല്ല് ഇളകിയിട്ട് തവിട് പൊടിയാവില്ലേ, ആ വസ്തുക്കളെ നദി ഇളക്കിക്കൊണ്ടു പോയിട്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത്, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് ആ താഴ്ന്ന പ്രദേശങ്ങൾ പിന്നെ എന്ത് പേരിൽ അറിയപ്പെടുന്നു, സമതലങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി എന്താണ് സോഴ്സ് ആൻഡ് റിവർ മൗത്ത് എന്ന് ശ്രദ്ധിച്ചാലോ. പ്രഭവസ്ഥാനവും നദീമുഖവും. എന്താണ് പ്രഭവസ്ഥാനം അതുപോലെ തന്നെ നദീമുഖം? അപ്പൊ നമുക്കറിയാം, നമ്മൾ മനുഷ്യര് ഇതിൽ പറയുമ്പോൾ അവരുടെ ഡേറ്റ് അല്ലെ, എവിടെയാണ് ജനിച്ചത്, ജന്മസ്ഥലം, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നദികൾക്കും ഉണ്ട് അല്ലെ ഒരു ഉദ്ഭവ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ. എവിടെയാണ് നദി ഉദ്ഭവിച്ചത്, ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത് മക്കളെ നമ്മൾ വിളിക്കുന്നത്, സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്, നദികൾ ഉദ്ഭവിക്കുന്ന പ്രദേശത്തെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്, പ്രഭവസ്ഥാനം എന്നുള്ള പേരിട്ടിട്ടാണ് അല്ലെ വിളിക്കുന്നത്. പ്രഭവസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്നു. ആൻഡ് ദ പ്ലേസ് അറ്റ് വിച്ച് ഇറ്റ് ഡിസ്ചാർജസ് ഇൻ ടു ദ സീ or another body of water is referred to as river mouth. അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഈ നദികൾ, എല്ലാ നദികളും, ഒരു നദിയും അതിന്റെ പോഷക നദികളും അവസാനം എത്തിച്ചേരുന്നത് കടലിലാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ കടലിൽ എത്തുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത്, റിവർ മൗത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് മക്കളെ സോഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ. നദി ഉദ്ഭവിക്കുന്ന സ്ഥാനത്തെയാണ് നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പോഷക നദികളും കടലിലേക്ക് എത്തിച്ചേരുമ്പോ ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, നമ്മൾ അതിനെ റിവർ മൗത്ത് എന്ന ടേം ഇട്ടിട്ടാണ് അല്ലെ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. എങ്ങനെയാണ് ഒരു റിവറിന്റെ, ഒരു നദിയുടെ ഉദ്ഭവം, ബർത്ത് എന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. നോക്കിക്കേ, ഉദ്ഭവസ്ഥാനം അല്ലെ, പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഉദ്ഭവസ്ഥാനം. അപ്പോൾ ട്രിബ്യൂട്ടറീസ് ഉണ്ടാവും, പോഷക നദികൾ ഉണ്ടാവും. ആദ്യം അതിനൊരു ഉപരിഘട്ടം ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് അതിന്റെ ബർത്ത് എന്ന് പറയുന്ന ഉപരിഘട്ടത്തിലായി അപ്പർ കോഴ്സ്, പിന്നെ അതിനൊരു മധ്യഘട്ടം ഉണ്ടാവും. റിവേഴ്സിന്റെ ഒറിജിൻ അത് മിഡിൽ കോഴ്സ് ആണ്. ആൻഡ് കീഴ്ഘട്ടം അതാണ് ലോവർ കോഴ്സ് അല്ലെ. അപ്പോ ഇതിന്റെ മൂന്ന് ഡിവിഷൻ ഓഫ് പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ മക്കള് പറയേണ്ടത്, അപ്പർ കോഴ്സ് ഉപരിഘട്ടം, മധ്യഘട്ടം മിഡിൽ കോഴ്സ്, കീഴ്ഘട്ടം ലോവർ കോഴ്സ്. ഓക്കെ, അങ്ങനെയാണ് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് റിവർ മൗത്ത് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആദ്യം റിവേഴ്സ് എന്ത് ചെയ്യും, പാറക്കല്ലുകളിൽ നിന്ന് ഒഴുകി അല്ലെ, മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന പ്രക്രിയ എവിടെയാണ് ഉണ്ടാവുക, ഉപരിഘട്ടത്തില് അപ്പർ കോഴ്സിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ അത് ഒഴുകി എവിടേക്ക് എത്തും, പല അരുവികളിലേക്ക് എത്താൻ തുടങ്ങും. ചാലുകൾ വെട്ടിയിട്ട് പല അരുവികളിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ അത് കീഴ്ഘട്ടം, ഈ കീഴ്ഘട്ടത്തിലേക്ക് ഒഴുകി അതിന്റെ പോഷക നദികളും ഉണ്ടാവും കൂടെ അല്ലെ. അവരൊഴുകി റിവർ മൗത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, കടലിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്, എങ്ങനെയാണ് റിവർ ആയിട്ട് മാറുന്നത്, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, നീർച്ചാലുകളും നദികളും. അപ്പോ നീർച്ചാലുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, റിൽസ് ആൻഡ് റിവലറ്റ്സ്, റിവേഴ്സ് ആയിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നാണ് പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന നീർച്ചാലുകൾ അല്ലെ, ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായി, പല അരുവികൾ ചേർന്ന് നദിയായി ചേരുന്നു എന്നതിന്റെ ഇതാണ്
നദി എങ്ങനെ ഉദ്ഭവിക്കുന്നു എന്നതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലുള്ള പർവ്വത നിരകളിൽ നിന്ന് നദി ഒഴുകി അല്ലെ, എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നീർച്ചാലുകളായിട്ട് റിവലറ്റ്സ് ആയിട്ട് ആദ്യം വന്നിട്ട് പിന്നെ ചെറു ചാലുകളായി അത് എവിടേക്ക് എത്തിച്ചേരുന്നു, അരുവിയായിട്ട് താഴേക്ക് ഒഴുകുന്നു. പിന്നെ അത് താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തുമ്പോൾ നദിയായിട്ട് പിന്നെ കടലിൽ എത്തുന്ന ആ ഒരു റിവർ സോഴ്സ്, അതുപോലെ റിവർ മൗത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് മക്കളെ, എങ്ങനെയാണ് റിവേഴ്സ് ആയിട്ട് മാറുന്നത്? ഇറ്റ് ഈസ് rivulets originating from high altitudes. അത് എന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത്? റിവലറ്റ്സ് റിൽസ് ആയിട്ടാണ് അല്ലെ മാറുന്നത്. അങ്ങനെ അത് റിൽസ് എന്തായിട്ട് മാറുന്നു? റിൽസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി കുറെ ചാലുകൾ ഒരുമിച്ച് കൂടിയിട്ട് നദിയായിട്ട് വലിയൊരു നദിയായിട്ട് മാറുന്നു എന്നതിന്റെ പ്രോസസ്സിംഗ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു നിക്ഷേപണ ഭൂരൂപങ്ങൾ, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് നോക്കിയാലോ? അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നോക്കാം അല്ലെ. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചൊഴുകുന്ന നദി വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അത് അതിവിശാലമായിട്ടുള്ള ഏക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മലനിരകളിൽ നിന്ന് നദി ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഈ പാറക്കല്ലിലൂടെ ഒഴുകുമ്പോൾ പാറക്കല്ലുകൾ കൂടുതലായിട്ട് മഴയും അത് ആസിഡ് റെയിനും കുറെ ജീവജാലങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നതുകൊണ്ട് പാറക്കല്ലിന് അധികത്തിൽ നിൽക്കാൻ കഴിയില്ല. അതെന്ത് ചെയ്യും? തവിട് പൊടിയായിട്ട് ഈ നദീന്റെ കൂടെ ഒഴുകാൻ തുടങ്ങും. എന്നിട്ട് എന്ത് നിക്ഷേപിക്കും? കാലക്രമേണ അത് എക്കൽ സമതലങ്ങളായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ രൂപം കൊള്ളുന്നതാണ് നിക്ഷേപണ ദുരൂപങ്ങൾ എന്ന് പറയുന്നത്, നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ദാറ്റ് ട്രാൻസ്പോർട്ട് സെഡിമെന്റ്സ് ഡൗൺ ദ സ്ട്രീം ആൻഡ് ഡെപ്പോസിറ്റ് ദം ഇൻ ലോവർ റീജിയൻസ്. പിന്നെയുള്ള കാലക്രമേണ അത് എന്തായി? ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ് ക്രിയേറ്റ്സ് ന്യൂമറസ് ലാൻഡ് ഫോംസ്. അങ്ങനെ അത് പല രീതിയിൽ റിവേഴ്സ് ഇങ്ങനെ നിക്ഷേപണ ഭൂരൂപങ്ങൾ പല താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുമ്പോൾ അത് സമതലങ്ങളായിട്ട് രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഇൻക്ലൂഡിങ് എക്സ്പാൻസീവ് അലൂവിയൽ പ്ലെയിൻസ് ആണ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ പല ടൈപ്പ് ഓഫ് പ്ലെയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അത് ഒരു ഫാമിലി ആയിട്ട് വലിയൊരു ഫാമിലിയാണ് കേട്ടോ ഈ ഒരു സമതലം എന്ന് പറയുമ്പോൾ. പല 4 തരത്തിലുള്ള റിവേഴ്സ് 3 തരത്തിലുള്ള നദികള് ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വലിയ സമതലം രൂപീകരിച്ചത്. ഓക്കെ, അപ്പോ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് നദീനെയാണ് മക്കളെ? ഇൻഡസ് റിവറിനെയാണ് അല്ലെ. ഗംഗറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗംഗാ റിവറിനെയാണ്. ബ്രഹ്മപുത്ര പ്ലെയിൻ അറിയാലോ, ബ്രഹ്മപുത്ര റിവറിനെയാണ്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് വലിയൊരു പ്ലെയിൻ ആയി മാറിയത്, വലിയൊരു സമതലങ്ങളായിട്ട് രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉദ്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ രൂപപ്പെട്ടത്. ഇങ്ങനെ ഇൻഡസ് നദി ആയിക്കോട്ടെ, ഗംഗാ നദി ആയിക്കോട്ടെ, ബ്രഹ്മപുത്ര നദികൾ ആയിക്കോട്ടെ കേട്ടോ, അതൊക്കെ ഇങ്ങനെ പാറക്കല്ലിലൂടെ ഒഴുകുമ്പോ എന്താണ് പല തരത്തിലുള്ള സെഡിമെന്റ്സ് അതിന്റെ കൂടെ ക്യാരി ചെയ്തിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഏതൊക്കെ റിവേഴ്സ് ആണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആ റിവേഴ്സിന്റെ പേരിലുള്ള സമതലങ്ങൾ രൂപീകരിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. ദ ഫെർട്ടൈൽ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ഓൾസോ ഫോംഡ് ഇൻ ദ സെയിം വേ ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ റിവേഴ്സ്. അത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള മക്കൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. എങ്ങനെയാണ് ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ സമതലങ്ങൾ രൂപപ്പെട്ടത് എന്നുള്ളത്, ഏതൊക്കെ റിവേഴ്സ് ആണ് ഈ സെഡിമെന്റ്സുമായിട്ട് ക്യാരി ചെയ്ത് ഒഴുകുന്നത്, താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്തരം സമതലങ്ങൾ രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഹിമാലയം രൂപപ്പെട്ടത്? എങ്ങനെയാണ്? വലിയ വലിയ
പർവ്വത നിരകളിൽ അല്ലെ മൗണ്ടൻ റീജിയൻസിലാണ് ഹിമാലയൻ രൂപങ്ങൾ ഉണ്ടായത് നമുക്കറിയാം അല്ലെ. ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടം എന്ന് നമ്മൾ പറയുന്നു. ഹിമാലയ എന്ന് പറയുന്ന 2 പ്ലേറ്റ് അല്ലെ ജോയിൻ ചെയ്താണ് വലിയൊരു ഹിമാലയൻ പർവ്വതം രൂപീകരിക്കപ്പെട്ടത്. ഏതൊക്കെയാണ് ആ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്? ഇത് ഇന്ത്യൻ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്തുണ്ടായത്? വലിയ ഹിമാലയൻ പർവ്വത നിര ഉണ്ടായതല്ലേ മക്കളെ. ദ ഇന്ത്യൻ ഫലകം അത് യൂറേഷ്യൻ ഫലകം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ വലിയ ഹിമാലയൻ പർവ്വത നിര ഉദ്ഭവിച്ചത്. ഓക്കെ, അതിനെ കുറിച്ച് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ കുറെ ലക്ഷക്കണക്കിന് അതുപോലെ തന്നെ കുറെ വർഷങ്ങൾ എടുത്തിട്ടാണ് പല സമതലങ്ങളും രൂപം കൊണ്ടത് എന്നാണ് കേട്ടോ പറയുന്നത്. ദ കണ്ടിന്യൂസ് ഡെപ്പോസിഷണൽ പ്രോസസ് over millions of years have contributed to the evolution of this fertile plain. ഇങ്ങനെയുള്ള സമതലങ്ങൾ രൂപപ്പെടാൻ തന്നെ കുറെ കാലങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. millions of years have been spent for the deposition of this plains എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ എത്രയാണ് അതിൻ്റെ വിസ്തൃതി വരുന്നത് ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് ദ ആവറേജ് ഡെപ്ത് ഓഫ് അലൂവിയൽ ഡെപ്പോസിറ്റ് ഇൻ ദിസ് പ്ലെയിൻ. നമ്മൾ പറഞ്ഞു ഈ നദികൾ, ഈ സമതലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നദികളാണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ നദികൾ കൊണ്ടുവരുന്ന അലൂവിയൽ കണ്ടൻസ് ഉണ്ടല്ലോ, അലൂവിയൽ സെഡിമെന്റ്സ്, അത് എത്ര മീറ്റേഴ്സ് ആയിട്ടാണ് ആ ഒരു സമതലങ്ങളിൽ ഇങ്ങനെ നല്ല രീതിയിൽ പരന്നു കിടക്കുന്നത്? അതിന്റെ മീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയും? വിസ്തൃതി 1000 meters to 2000 meters ആണ്. അതാണ് ഇവിടുത്തെ ഏക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനില് അലൂവിയൽ ഡെപ്പോസിറ്റിന്റെ വിസ്തൃതി ആ ഒരു പ്ലെയിനിൽ എത്ര എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര മീറ്റേഴ്സ് ആണ് മക്കൾ പറയേണ്ടത്? 1000 meters to 2000 meters. ഇനി എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? We are going to discuss about the geographical representation depicting the formation of Indo-Gangetic Brahmaputra plain. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പലതരത്തിലുള്ള പ്ലെയിൻസ് ഇതിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? അതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ഈ ഒരു പ്ലെയിൻ സമതലം രൂപപ്പെട്ടത്? ടിബറ്റൻ പീഠഭൂമി അല്ലെ, ടിബറ്റൻ പ്ലാറ്റ്യൂ, അതുപോലെ തന്നെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് റേഞ്ചസ്, അതിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ എന്ത് രൂപം കൊണ്ടത്? നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത് അല്ലെ. പെനിൻസുല പ്ലാറ്റ്യൂ ഉണ്ട്, കൂടുതലായിട്ട് അലൂവിയൽ ഡെപ്പോസിറ്റ് അടങ്ങുമ്പോൾ ആ ഒരു സമതലങ്ങളിൽ അല്ലെ, അലൂവിയൽ ഡെപ്പോസിറ്റ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതാവുമ്പോൾ എങ്ങനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ പ്ലാറ്റ്യൂസും ഏതൊക്കെ മൗണ്ടൻ റേഞ്ചസും ഇതിനെ ഫോം ചെയ്യാൻ സഹായിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഏതൊക്കെ പറയും? ഇറ്റ് ഈസ് ടിബറ്റൻ പ്ലാറ്റ്യൂ, പെനിൻസുല പ്ലാറ്റ്യൂ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് റേഞ്ചസ് ഒക്കെ ഇതിനെ സഹായിച്ചു. മലനിരകളൊക്കെ ഈ ഒരു സമതലം രൂപം കൊള്ളാൻ വേണ്ടി സഹായിച്ചു എന്ന് മക്കള് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫോർമേഷൻ ഓഫ് ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ പ്ലെയിനിനെ കുറിച്ചാണ്. ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര ഫാമിലിയിലുള്ള ഓരോ ഡിവിഷനെ കുറിച്ച്. ഈ ഒരു നോർത്തേൺ പ്ലെയിന് ഉത്തരേന്ത്യൻ സമതലം പല സമതലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവിഷൻ ഏതൊക്കെയാ നോക്കിയാലോ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതാണ് രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ പ്ലെയിൻ, പിന്നെ പഞ്ചാബ് പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലേ, പഞ്ചാബ് പ്ലെയിൻ, പിന്നെ എന്താണ് ഗംഗ പ്ലെയിൻ, ഗംഗ പ്ലെയിൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് പ്ലെയിൻ ഏതാ മക്കളെ?
It is Brahmaputra plain. Brahmaputra plain. Brahmaputra plain. ഓക്കെ, അപ്പൊ ഇത്തരം പ്ലെയിൻസിന്റെ ഏതൊക്കെ റിവേഴ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിന്റെ ഒരു മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ ഡിസ്ക്രിപ്ഷൻ, ഇതിന്റെ ഓരോ വിശേഷണത്തെ കുറിച്ചും അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഹിമാലയൻ റിവേഴ്സ്, എന്തൊക്കെയാണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് മക്കൾക്ക് അറിയോ? നോക്കാം അല്ലെ നമുക്ക്. ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻഡസ്. ഇൻഡസ് നദി എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ നദിയാണ്. ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര അല്ലെ. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര is called as Himalayan rivers അല്ലെ. വാട്ട് അബൌട്ട് പെനിൻസുലാർ റിവേഴ്സ്? ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ആൻഡ് താപ്തി. ഏതൊക്കെയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, നർമ്മദ, താപ്തി. ഏതൊക്കെയാ ഹിമാലയൻ റിവേഴ്സ് എന്ന് ചോദിക്കുമ്പോ ഏതൊക്കെ പറയും മക്കള്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെയാണ്. ഓക്കെ, ദ മൗത്ത് ഓഫ് റിവർ ഇൻഡസ് ടു മൗത്ത് ഓഫ് റിവർ ഗംഗ, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ദ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏത് നദി മുതൽ ഏത് നദി വരെ ആണ് നോക്കിയാലോ? ഇറ്റ് ഈസ് മൗത്ത് ഓഫ് റിവർ ഇൻഡസ് ടു mouth of river Ganga. Okay, and it is 3200 kilometer ആണ് ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. എത്രയാ മക്കളെ? എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ 3200 കിലോമീറ്റർ. 3200 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള സമതലമാണ് ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. പിന്നെയോ ഇതിന് വേറൊരു വിശേഷണം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ് അല്ലെ. എന്താണ് ഇത് എന്ന് പറയുന്നത്? ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അപ്പോ സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ ഒരു സമതലം എന്നാണ് പറയുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ മണ്ണ്, എക്കൽ പ്രദേശം എന്നറിയപ്പെടുന്നതും ഈ ഒരു സമതലത്തെയാണ്. പിന്നെന്താണ്? ഇറ്റ് സ്പ്രെഡ്സ് ഓവർ അറൌണ്ട് 2400 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇതിന്റെ വിസ്തൃതി, ഈ ഒരു സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2400 കിലോമീറ്റർ ആണ് അല്ലെ. ഇന്ത്യയില് ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെയോ this plain widens from east to west with the width varying between 150 kilometer and 300 kilometer. ഈ ഒരു സമതലം അല്ലെ, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഇറ്റ് ഈസ് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിന്റെ ഫീച്ചേഴ്സ് ആണ്, സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് റിവർ ഇൻഡസ് തൊട്ട് റിവർ ഗംഗ വരെ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എത്രയാണ് അതിന്റെ വിസ്തൃതി? 3200 കിലോമീറ്റർ ആണ്. പിന്നെ ഇതൊരു എക്കൽ സമതലം ആണെന്ന്, ഇതിന് എക്കൽ പ്രദേശം എന്നാണ് ഈ ഒരു സമതലത്തെ അറിയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം എന്ന് പറയുന്നതും ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര സമതലത്തെയാണ് വിളിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഈ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? അതാണ് 2400 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ. ഓക്കെ, കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിനിന്റെ ചെരിവ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തേക്കാണ്? ഈസ്റ്റ് വെസ്റ്റ് റീജിയനിലേക്കാണ് അല്ലെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. പിന്നെ ഇതിന്റെ വിഡ്ത്ത്
ഇതിന്റെ ശരാശരി ഈ ഒരു സമതലത്തിന്റെ ശരാശരി വീതി എന്ന് പറയുമ്പോൾ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ മക്കൾ പറയാ? 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിരുകൾ ഇതിനും ഉണ്ട് കേട്ടോ. ഈ ഒരു സമതലത്തിനും ഉണ്ട് ബൗണ്ടറീസ്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾക്കുള്ള അതിർത്തി പോലെ തന്നെ ഈ ഒരു സമതലങ്ങൾക്കും അതിർത്തികളുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു അതിർത്തികൾ എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, this plain is bordered by Shivalik ranges in the north. ഓക്കെ, എന്താണ് ഈ ഒരു പ്ലെയിന് നോർത്ത് സൈഡിൽ ബോർഡർ ചെയ്യുന്നത് ഏത് റേഞ്ചസ് ആയിട്ടാണ്, ഏത് മലനിരകളായിട്ടാണ്? ശിവാലിക് മലനിരകളുമായിട്ടാണ് അല്ലെ. പിന്നെയോ ആൻഡ് ദ ഇറഗുലർ എഡ്ജസ് ഓഫ് പെനിൻസുല പ്ലാറ്റ്യൂ. പെനിൻസുല പ്ലാറ്റ്യൂ ഏത് സൈഡിലാണ്? സദേൺ സൈഡുമായിട്ട് നിൽക്കുന്ന ഒരു സമതലമാണ് ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഓക്കെ, ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് ശിവാലിക് പർവ്വത നിരകളും തെക്ക് എവിടേക്കാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികളുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ദ പ്ലെയിൻ ഇസ് ബോർഡേഡ് ബൈ ശിവാലിക് റേഞ്ചസ്. ഇത് ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ നോർത്ത് സൈഡിൽ, നോർത്ത് ഇതിൽ ബൗണ്ടറി ഏതാണ്? ഇതിന്റെ അതിരെന്ന് പറയുന്നത് ശിവാലിക് റേഞ്ചസ് ഇൻ ദ നോർത്ത്. സൗത്ത് സൈഡില് പെനിൻസുല പ്ലാറ്റ്യൂ അടങ്ങുന്നതാണ് നമ്മുടെ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ദ പ്ലെയിൻ കവേഴ്സ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 7 lakh square കിലോമീറ്റർ. ഇത്തരത്തിലുള്ള ബോർഡേഴ്സും എല്ലാം കൂടെ അടങ്ങുമ്പോൾ ഈ ഒരു സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാ മക്കളെ? ഇറ്റ് ഈസ് 7 lakh square kilometer ആണ് അല്ലെ. 7 ലക്ഷത്തിൽ പുറം വിസ്തൃതിയാണ് ഈ ഒരു എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലെയിനിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ? The features such as fertile soil, ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് കേട്ടോ ഈ ഒരു സമതലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാ നോക്കിയാലോ? adequate water supply എന്ന് പറഞ്ഞാൽ എന്താണ്? മതിയായിട്ടുള്ള ജല ലഭ്യതയുണ്ട്. ആവശ്യമുള്ളതോ അല്ലെ, ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വെള്ളം ഉപയോഗിക്കാനുള്ള അത്രയും ജല ലഭ്യത അവിടെ ഉണ്ട്. പിന്നെയോ ഫേവറബിൾ ക്ലൈമറ്റ് അല്ലെ, ഓരോ കൾട്ടിവേഷനും ഓരോ കൃഷിക്കും പറ്റുന്ന തരത്തിലുള്ള കാലാവസ്ഥ. ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞ പരന്ന ഭൂപ്രകൃതിയുമാണ് ഈ ഒരു സമതലത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാ മക്കൾ പറയാ? ഫെർട്ടൈൽ സോയിൽ, പിന്നെയോ ഫ്ലാറ്റ് ടോപ്പോഗ്രാഫി, ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് അല്ലെ, വളക്കൂറുള്ള മണ്ണ്, മതിയായ ജല ലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നുള്ളതൊക്കെ ഈ ഒരു ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ സമതലത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ്? മെയിൻലി നോർത്തേൺ പ്ലെയിൻ അല്ലെ, നോർത്തേൺ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നോർത്തേൺ പ്ലെയിൻ, ഡിവിഷൻസ് ഓഫ് നോർത്തേൺ പ്ലെയിൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ വിശദീകരണം നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ മക്കളെ. ഏതാണ് നോർത്തേൺ പ്ലെയിന്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ സമതലം. പിന്നെ സെക്കൻഡ് വൺ ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. പിന്നെ തേർഡ് വൺ ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ഗംഗ പ്ലെയിൻ. And fourth one, Brahmaputra plain. Okay.
അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ തുടങ്ങുമ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ അല്ലെ സവിശേഷതകളെ കുറിച്ചാണ് അല്ലെ. ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ ഡെപ്പോസിഷൻ അല്ലെ, അതിന്റെ ഡെപ്പോസിഷനെ കുറിച്ചും ആദ്യം നമ്മൾ എന്താണ് ഈ ഒരു പ്ലെയിനിന്റെ എങ്ങനെയാണ് ജിയോമോർഫിക് ഏജൻസ് അല്ലെ, പലതരത്തിലുള്ള അവസാദങ്ങൾ വഴി അല്ലെ, പലതരത്തിലുള്ള എക്കൽ മണ്ണുകൾ അടങ്ങിയിട്ടുള്ള ഈ നദികൾ ഒഴുകിയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയിട്ട് അത് പല തരത്തിലുള്ള സമതലങ്ങളായി മാറുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ജിയോമോർഫിക് ഏതൊക്കെയാണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്? റണ്ണിംഗ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്സ്. റണ്ണിംഗ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്സ് അല്ലേ, ഒഴുക്കുള്ള വെള്ളം, അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ്, കാറ്റൊക്കെയാണ് ഈ ഒരു പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഈ ഒരു എർത്ത് സർഫേസിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇവർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? ജിയോമോർഫിക്കൽ പ്രോസസ് അല്ലെ, ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്നാണ് പറയാ. ജിയോമോർഫിക്കൽ പ്രോസസ്. പിന്നെ നിക്ഷേപണ പ്രക്രിയ. ഈ നദികൾ ഇൻഡോ എന്ന് പറയുമ്പോൾ ഇൻഡസ് നദി, ഗംഗ എന്ന് പറയുമ്പോൾ ഗംഗാ നദി, ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദി എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു നിക്ഷേപണ പ്രക്രിയയിൽ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സമതലങ്ങൾ രൂപപ്പെടുത്തുന്നത് അല്ലെ. അപ്പോൾ അതിന് പറയുന്ന പേരെന്താ? ഡെപ്പോസിഷൻ പ്രോസസ്, നിക്ഷേപണ പ്രക്രിയ. ഓക്കെ, അങ്ങനെ നിക്ഷേപണ പ്രക്രിയയൊക്കെ നടത്തിയിട്ട് ഓരോ റിവേഴ്സ് പല പ്ലെയിൻസ് രൂപീകരിക്കുന്നു. അങ്ങനെയുള്ള പ്ലെയിൻസ് ആണ് ഏതൊക്കെ മക്കളെ? രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗ പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഈ പ്ലെയിൻസിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക്